കൊറാസിമിനെ അടുത്ത് വെച്ച് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. ഒരു ഫോട്ടോഗ്രാഫിൽ എന്ന പോലെ വിശദമായി ഒരു പാവം കുഷ്ഠരോഗിയെ ഞാൻ കാണുന്നു. നേരം വെളുക്കുന്നതേയുള്ളൂ. അയാൾ തികച്ചും തകർന്നൊരു മനുഷ്യനാണ്. രോഗം അയാളിൽ വല്ലാത്ത മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. അയാളുടെ പ്രായം ഊഹിക്കാൻ പ്രയാസമാണ്. എല്ലും തൊലിയും മാത്രം. അർദ്ധനഗ്നനാണ്. ഉണങ്ങി വരേണ്ട ഒരു മൃതദേഹം പോലെ. വിരലുകൾ നഷ്ടപ്പെട്ട കൈകാലുകൾ വളഞ്ഞും തിരിഞ്ഞും ഇരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ അവയവങ്ങളാണ് എന്ന് തോന്നുന്നില്ല. അയാളുടെ കൈകളും തുമ്പത്തുള്ള കൂർത്ത വിരലുകളും കണ്ടാൽ ഏതോ ഭീകരരൂപിയായ പരുന്തിൻ്റെ കാലും നഖങ്ങളുമാണ് ഓർമ്മ വരിക. കാലിൽ അധികമൊന്നും ബാക്കിയില്ല. അവശേഷിക്കുന്ന ഒരു ഭാഗം ഒരു കാളയുടെ കുളമ്പ് പോലുണ്ട്. അയാളുടെ തല മറവ് ചെയ്യാതെ കിടന്ന സൂര്യൻ്റെ ചൂടുകൊണ്ട് ഉണങ്ങിയ ഒരു മൃതദേഹത്തിൻ്റെ തല പോലെ തോന്നും. നെറ്റിയുടെ മുകളിൽ അവിടെ ഏതാനും രോമങ്ങളുണ്ട്. മഞ്ഞച്ചു വരണ്ട തൊലിയിൽ ഈ രോമങ്ങൾ അവിടെ ഒട്ടി നിൽക്കുന്നു. തലയൊട്ടിയിൽ പറ്റിപ്പിടിച്ച ഉണങ്ങിയ പൊടി പോലെ. കണ്ണുകൾ കുഴിയിലാണ്. പകുതിയേ തുറന്നിട്ടുള്ളൂ. മൂക്കും ചുണ്ടും പകുതി പോയി. ചുണ്ടില്ലാത്തത് കൊണ്ട് മോണയുടെ ചില ഭാഗങ്ങൾ കാണാം. ചെവി നിന്നിടത്ത് അല്പം ദശ മാത്രമേ കാണാനുള്ളൂ. ദേഹം മുഴുവനും ചുളി വീണ തൊലിയാണ്. ഒരുമാതിരി മഞ്ഞ നിറം. അവിടെ അസ്ഥികൾ പുറത്ത് കാണാം. ആ എല്ലുകളെ എല്ലാം ഒന്നിച്ചു നിർത്തുക എന്ന ജോലിയാണ് തൊലിയുടേത് എന്ന് തോന്നും. വൃത്തികെട്ട ഒരു സഞ്ചിയിൽ പെറുക്കിയിട്ടതുപോലുള്ള എല്ലുകൾ. ശരീരമാസകലം ഉണങ്ങിയ വൃണങ്ങളുടെ പാടോ പഴുത്ത വൃണങ്ങളോ ആണ്. എല്ലാ രീതിയിലും തകർന്ന ഒരു മനുഷ്യരൂപം. മരണം ഒരു അസ്ഥിക്കൂടം പോലെ ഈ ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നത് കാണുന്നു. ചുളി വീണ തൊലി ഒരു വൃത്തികെട്ട കറുത്ത പുതപ്പ് പുതച്ചിട്ടുണ്ട്. ആ പഴയ പുതപ്പ് പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. മരണത്തിൻ്റെ കയ്യിൽ സാധാരണ കാണുന്ന അരിവാളിന് പകരം ഏതോ മരത്തിൽ നിന്ന് ഉരിഞ്ഞെടുത്ത ഊന്നുവടി. അങ്ങ് അകലെ ഒരു ഗുഹയുടെ വാതുക്കലാണ് അയാൾ നിൽക്കുന്നത്. ആ ഗുഹ പണ്ടൊരു കുഴിമാടമായിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ. വിറകു വെട്ടുന്നവർ തങ്ങിയിരുന്ന ഒരു കുടിലായിരുന്നിരിക്കാം. പൊളിഞ്ഞുപോയ ഒരു വീടിൻ്റെ അവശിഷ്ടമാകാം അത്. അയാൾ ഗുഹയിൽ നിന്നും ഒരു 100 മീറ്റർ അകലെയുള്ള രാജവീതിയിലേക്ക് നോക്കുന്നു. അവിടെ നല്ല വെയിലാണ്. പൊടിയുമുണ്ട്. വഴിയിൽ ആരുമില്ല. കണ്ണെത്തുന്ന ദൂരത്തെല്ലാം റോഡിൽ പൊടിയും വെയിലും ശൂന്യതയുമാണ്. കുറേ അകലെ വടക്കു പടിഞ്ഞാറ് ഒരു ഗ്രാമമോ ചെറിയ പട്ടണമോ ഉണ്ട്. ഇങ്ങേയറ്റത്ത് ഏതാനും വീടുകൾ കാണാം. അതും 1 കിലോമീറ്ററെങ്കിലും അകലെയാണ്. കുഷ്ഠരോഗി നെടുവീർപ്പിടുന്നു. വക്കുടഞ്ഞൊരു പാത്രമെടുത്ത് അരുവിയിൽ നിന്നും വെള്ളം കോരി കുടിക്കുന്നു. ഗുഹയ്ക്ക് പിറകിലുള്ള കുറ്റിക്കാട്ടിൽ ചെന്ന് ചില ചെടികൾ പിഴുത് അവയുടെ വേരെടുത്ത് അരുവിയിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഭക്ഷിക്കുന്നു. വിരലില്ലാത്ത കൈകൾ കൊണ്ട് വളരെ വിഷമിച്ചാണ് വേരുകൾ കഴിക്കുന്നത്. വായിലിട്ട പല കഷ്ണങ്ങളും വിഴുങ്ങാൻ കഴിയാത്തത് കൊണ്ട് തുപ്പിക്കളയുന്നു. കൂടെ വെള്ളം കുടിച്ചതുകൊണ്ട് പ്രയോജനമില്ല. ആബേലെ, നീ എവിടെയാണ്? ആരോ വിളിച്ചു ചോദിക്കുന്നു. രോഗി എഴുന്നേൽക്കുന്നു. അയാളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയുടെ ലാഞ്ചന കാണാം. അയാളുടെ ചുണ്ടുകൾ വികൃതമായതുകൊണ്ട് ചിരിയും വികലമായിരിക്കുന്നു. പതറുന്ന സ്വരത്തിൽ, മനുഷ്യൻ്റേതല്ലാത്തതെന്ന് തോന്നുന്ന ഒരു സ്വരത്തിൽ അയാൾ മറുപടി പറഞ്ഞു. ഏതോ പക്ഷിയുടെ കരച്ചിൽ പോലെ തോന്നി. ഞാൻ ഇവിടെയുണ്ട്. നീ വീണ്ടും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് കരുതി ഞാൻ വിഷമിച്ചു. നീ ഇല്ലെങ്കിൽ പാവപ്പെട്ട ആബേലിന് പിന്നെ ആരുണ്ട്? അവൻ്റെ ഗതി എന്താണ്? സംസാരിക്കുന്നത് റോഡിലേക്ക് നടന്നുകൊണ്ടാണ്. റോഡിൽ നിന്നും കുഷ്ഠരോഗി ഇത്ര അകലെ നിൽക്കണമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാകണം പകുതി വഴി നടന്നിട്ട് അയാൾ നിന്നത്. വഴിയെ ഒരാൾ മുമ്പോട്ട് വരുന്നു. നടക്കുകയല്ല, ഓടുകയാണെന്ന് തോന്നും. സാമുവേലെ, നീ തന്നെയാണോ ഇത്? ഞാൻ നോക്കിയിരിക്കുന്ന സാമുവേൽ അല്ലാതെ വേറെ ആരെങ്കിലുമാണ് ഈ വരുന്നതെങ്കിൽ എന്നെ ഉപദ്രവിക്കല്ലേ. ആബേലെ, ഇത് ഞാൻ തന്നെയാണ്. ഞാൻ സുഖം പ്രാപിച്ചു. ഞാൻ ഓടുന്നത് കണ്ടില്ലേ? വരാൻ താമസിച്ചു പോയി. എനിക്കറിയും നിനക്ക് എന്തു പറ്റി എന്നോർത്ത് ഞാൻ വിഷമിക്കുകയായിരുന്നു. എനിക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ നീ സന്തോഷിക്കും. സാധാരണ കൊണ്ടുവരുന്ന റൊട്ടിയുടെ പൊടിക്കഷ്ണങ്ങളല്ല, ഒരു മുഴുവൻ റൊട്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ചുട്ടെടുത്ത റൊട്ടി മുഴുവനും നിനക്കാണ്. കൂടാതെ കുറേ മീനും ചീസുമുണ്ട്. എല്ലാം നിനക്ക്.
നീ സന്തോഷിക്കുന്നത് എനിക്ക് കാണണം. പാവപ്പെട്ട ചങ്ങാതി, ഇതിനേക്കാൾ വലിയ സന്തോഷം വരാനിരിക്കുന്നതേയുള്ളൂ. നീ എങ്ങനെ പണക്കാരനായി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറയാം. നീ എങ്ങനെ സുഖം പ്രാപിച്ചു? നീ പഴയ ആളെ അല്ലല്ലോ. കേട്ടോളൂ, കഫർനാമിൽ ആ റബി വന്നിട്ടുണ്ടെന്ന് കേട്ടു. ആ പ്രവാചകൻ. ഞാൻ അവിടെ പോയി. അവിടെ നിൽക്കൂ, എൻ്റെ അടുത്ത് വരരുത്. ഈ രോഗം പകരുന്നതാണ്. സാരമില്ല, എനിക്കിപ്പോൾ ഒന്നിനെയും ഭയമില്ല. ഈശോ സുഖപ്പെടുത്തിയ ആ മുടന്തനാണ് ഈ മനുഷ്യൻ. അയാൾ വേഗം നടന്ന് കുഷ്ഠരോഗിയുടെ സമീപമെത്തി. സന്തോഷപൂർവ്വം ചിരിച്ചു വർത്തമാനം പറഞ്ഞുമാണ് അയാൾ അടുത്തു വന്നത്. ഏതാനും അടി അകലമുള്ളപ്പോൾ കുഷ്ഠരോഗി ഒരിക്കൽ കൂടി പറഞ്ഞു, ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിൽക്കൂ. നിന്നെ ആരെങ്കിലും കണ്ടാൽ ഞാനിവിടെ നിൽക്കാം. കൊണ്ടുവന്ന ആഹാരം ഇവിടെ വയ്ക്കാം. നീ എതെടുത്ത് ഭക്ഷിക്കൂ. ഞാൻ സംസാരിക്കാം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ നീ കേട്ടാൽ മതി. പുതിയൊരു വലിയ കല്ലിൻ്റെ പുറത്ത് വെച്ച് അയാൾ തുറന്നു. പിന്നീട് ഏതാനും ചുവട് പിറകോട്ട് നടന്നു. കുഷ്ഠരോഗി മുമ്പോട്ടാഞ്ഞ് ആ അസുലഭ ഭക്ഷണം ആർത്തിയോടെ എടുത്ത് ഭക്ഷിച്ചു തുടങ്ങി. ഇത്ര നല്ല ആഹാരം കഴിച്ചിട്ട് എത്രയോ കാലമായി. എന്തു സ്വാദ്! ഇന്ന് വെറും വയറോടെ കിടന്നുറങ്ങേണ്ടി വരുമെന്ന് വിചാരിച്ചതാണ്. ദയുള്ള ഒരു മനുഷ്യൻ ഈ വഴി വരണമല്ലോ. നീ പോലും വരില്ലെന്ന് കരുതി. 2-3 വേര് പറിച്ചു ചവച്ചു. പാവം ആബേൽ, നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെട്ടതാണ്. പിന്നെ ഞാൻ ഓർത്തു, അവനിപ്പോൾ ദുഃഖിച്ചാലും പിന്നീട് സന്തോഷിക്കുമല്ലോ എന്ന്. ഈ നല്ല ആഹാരം കഴിച്ചപ്പോൾ സന്തോഷം, പിന്നീടോ? അല്ലല്ല, നീ എന്നേക്കും സന്തോഷവാനായിരിക്കും. കുഷ്ഠരോഗി തലയാട്ടുന്നു. ആബേലെ, ഞാൻ പറയുന്നത് കേൾക്കൂ. വിശ്വാസമുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും, സൗഖ്യം പ്രാപിക്കും. ആരിലാണ് ആ വിശ്വാസം വേണ്ടത്? ആ റബ്ബിയിൽ. എന്നെ സുഖപ്പെടുത്തിയ ആ റബ്ബിയിൽ. ഞാനൊരു കുഷ്ഠരോഗിയാണ്, അതും രോഗം അവസാന ഘട്ടത്തിലെത്തിയ ഒരു രോഗി. അദ്ദേഹം എന്നെ എങ്ങനെയാണ് സുഖപ്പെടുത്തുക? അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹം വലിയ പ്രവാചകനാണ്. അതെ, ഏലീഷ കുഷ്ഠരോഗിയായ നാമാനെ സുഖപ്പെടുത്തി, അതെനിക്കറിയാം. പക്ഷേ എനിക്ക് യോർദാൻ നദി വരെ പോകാൻ പറ്റില്ലല്ലോ. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വെള്ളം കൂടാതെ തന്നെ നീ സുഖമാകും. ഈ റബി മിശിഹായാണ്. മിശിഹ നിനക്ക് മനസ്സിലായോ? ദൈവപുത്രനാണ്. വിശ്വാസമുണ്ടെങ്കിൽ ആരെയും സുഖപ്പെടുത്തും. ഇതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ആജ്ഞ. ഈശോ ഇത്രയും പറഞ്ഞാൽ മതി. പിശാചുക്കൾ പമ്പ കടക്കും. വളഞ്ഞ കൈകാലുകൾ നേരെയാകും. കാഴ്ചയില്ലാത്ത കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കും. ഞാൻ വിശ്വസിക്കാം, തീർച്ചയായും വിശ്വസിക്കാം. പക്ഷേ മിശിഹായെ ഞാൻ എങ്ങനെയാണ് കാണുക? അത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. അദ്ദേഹം കൂടെ ഇവിടെ വരും, ഈ ഗ്രാമത്തിൽ. ഇന്ന് വൈകുന്നേരം അദ്ദേഹം ഇവിടെയായിരിക്കും എന്നെനിക്കറിയാം. ഞാൻ ഓർത്തു, ആബേലിനോട് പറയാം. അവന് വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ അവനെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന്. സാമുവേലേ, നിനക്ക് ഭ്രാന്തുണ്ടോ? ആളുകൾ താമസിക്കുന്നതിനടുത്തെങ്ങാനും ചെന്നാൽ എന്നെ കല്ലെറിഞ്ഞു കൊല്ലും. ആൾപ്പാർപ്പുള്ളിടത്തെങ്ങും വരണ്ട. താമസിയാതെ ഇരുട്ടാകും. ഞാൻ നിന്നെ ആ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി നിർത്താം. പിന്നെ ഗുരുവിനെ വിളിച്ചു കൊണ്ടുവരാം. അദ്ദേഹം നിന്റെ അടുത്തേക്ക് വരും. എന്നാൽ വേഗം ചെല്ലു. കുറ്റിക്കാട്ടിലേക്ക് ഞാൻ തനിയെ പോയിക്കൊള്ളാം. പാതക്കരികിലുള്ള ആ കിടങ്ങിൽ കൂടി നടന്ന് പോയിക്കൊള്ളാം. വേലിയുടെ മറവിൽ കൂടി നടക്കാം. നീ വേഗം പോകൂ. ഈ സുഖക്കേട് വന്നാലത്തെ ഗതികേട് എന്തുമാത്രമാണ് എന്ന് നിനക്കറിഞ്ഞുകൂടാ. സുഖം പ്രാപിച്ചേക്കും എന്ന ആശ എത്ര ആശ്വാസം തരുന്നു. ഭക്ഷണത്തിലുള്ള താല്പര്യം രോഗിക്ക് നഷ്ടമായി. വേഗം പോകാൻ അയാൾ സ്നേഹിതനെ നിർബന്ധിക്കുകയാണ്, കേണപേക്ഷിക്കുകയാണ്. ഞാനിതാ പോകുന്നു, നീ വന്നേക്കണം. സുഖം പ്രാപിച്ച മുടന്തൻ ഓടിപ്പോയി. പാതയുടെ ഓരം ചേർന്നുള്ള കിടങ്ങിലേക്ക് ആബേൽ ബന്ധപ്പെട്ടിറങ്ങി. കിടങ്ങിലെല്ലാം ചെടികൾ വളർന്നു നിൽപ്പുണ്ട്. ഓടയുടെ നടുക്കുകൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. നേരം ഇരുട്ടിത്തുടങ്ങി. ആ പാവം ചെടികളുടെ ഇടയിൽ കൂടി ഇഴഞ്ഞു നീങ്ങുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെവിയോർത്തു കൊണ്ടാണ് പോകുന്നത്. 2 തവണ അനങ്ങാതെ ഒളിച്ചിരിക്കേണ്ടി വന്നു. ആദ്യം കുതിരപ്പുറത്ത് ആരോ ആ വഴി കടന്നുപോയപ്പോൾ, രണ്ടാമത് വൈക്കോലും ചുമന്നുകൊണ്ട് ആ ഗ്രാമത്തിലേക്ക് 3 ചുമട്ടുകാർ പോയപ്പോൾ അയാൾ മെല്ലെ മുമ്പോട്ട് പോയി. അവൻ കുറ്റിക്കാട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈശോയും സാമുവേലും അവിടെ എത്തിക്കഴിഞ്ഞു. താമസിയാതെ അവനിവിടെ എത്തും. കാലിലെ വ്രണം കാരണം അവന് പതുക്കെ നടക്കാനാവൂ. ദയവായി അല്പം ക്ഷമ കാട്ടണം. എനിക്ക് ധൃതിയൊന്നുമില്ല. അങ്ങ് അവനെ സുഖപ്പെടുത്തുമോ? അവന് വിശ്വാസമുണ്ടോ? അവൻ പട്ടിണി കിടന്ന് ചാകാറായിരുന്നു. എത്രയോ കാലം കഴിഞ്ഞാണ് അവന് ആ നല്ല ആഹാരം കിട്ടിയത്. പക്ഷെ അവൻ അതെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരികയാണ്. നീ അവനെ എങ്ങനെ കണ്ടുമുട്ടി?
എൻ്റെ കൈക്കും കാലിനും സ്വാധീനമില്ലാതായതിനു ശേഷം പിച്ചെടുത്താണ് ഞാൻ ജീവിച്ചത്. ഈ വഴിയെ ഞാൻ ഓരോ സ്ഥലത്തേക്ക് പോകുമായിരുന്നു. 7 ദിവസത്തിലൊരിക്കൽ ഞാൻ ഈ വഴി കടന്നു പോകും. അപ്പോഴാണ് ആ പാവത്തിനെ കണ്ടുമുട്ടിയത്. ഒരു ദിവസം വിശന്നു വലഞ്ഞ അയാൾ റോഡിൻ്റെ അരികിലോളം എത്തി. എന്തെങ്കിലും ആഹാരം അന്വേഷിച്ചു വന്നതാണ്. അന്ന് ഭയങ്കര കാറ്റും മഴയുമായിരുന്നു. ഒരു പട്ടിയെപ്പോലെ എച്ചിൽ കൂനയിൽ അയാൾ പരതിക്കൊണ്ടിരുന്നു. എൻ്റെ സഞ്ചിയിൽ ഒരു കഷ്ണം റൊട്ടി ഉണ്ടായിരുന്നു. സന്മനസ്സുള്ള ആരോ ധർമ്മം തന്നതാണ്. ഞാൻ അതിലൊരു പങ്ക് അവന് കൊടുത്തു. അന്നു മുതൽ ഞങ്ങൾ ചങ്ങാതിമാരാണ്. ആഴ്ചതോറും ഞാൻ എന്തെങ്കിലും ആഹാരം അവന് കൊണ്ടുവന്ന് കൊടുക്കും. എൻ്റെ കയ്യിലുള്ളതുപോലെ ധാരാളം ഉണ്ടെങ്കിൽ ധാരാളം, അല്പമേ ഉള്ളുവെങ്കിൽ അല്പം. അവൻ എൻ്റെ സഹോദരനായിരുന്നാൽ എന്ന പോലെ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യുന്നു. അങ്ങനെ സുഖപ്പെടുത്തിയതിന് ശേഷം അവനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരുന്നു. അങ്ങയെപ്പറ്റിയും. അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. സാമുവേലെ, നീ നല്ലവനാണ്. അതുകൊണ്ടാണ് ദൈവം നിന്നിൽ അത്ഭുതം പ്രവർത്തിച്ചത്. സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് ഏത് അനുഗ്രഹവും ലഭിക്കുന്നതിനും അർഹതയുണ്ടാകും. അതാ, ആ ചെടികൾക്കിടയിൽ എന്തോ അനങ്ങുന്നുണ്ടല്ലോ. ആബേലെ, നീയാണോ? അതെ, ഞാൻ തന്നെ. വരൂ, ആ വാൾനട്ട് മരത്തിൻ്റെ കീഴെ ഗുരു നിന്നെ കാത്തു നിൽക്കുന്നു. കുഷ്ഠരോഗി കിടങ്ങിൽ നിന്നും കരക്ക് കയറി. റോഡ് കടന്നവൻ മൈതാനത്തേക്ക് പോയി. വളരെ ഉയരമുള്ള ഒരു വാൾനട്ട് മരത്തിൽ ചാരി നിൽക്കുകയാണ് ഈശോ. ആബേൽ വരാൻ കാത്തു നിൽക്കുകയാണ്. ഗുരോ, മിശിഹായെ, പരിശുദ്ധനായവനെ, എൻ്റെ മേൽ കരുണ തോന്നണമേ. അവൻ ഈശോയുടെ പാദത്തിൽ വീണു. മുഖം നിലത്തു നിന്ന് ഉയർത്താതെ അവൻ പറഞ്ഞു, പ്രഭോ, അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ സുഖപ്പെടുത്താം. ഇത്രയും പറഞ്ഞിട്ട് അവൻ മുട്ടിൽ നിന്ന് അസ്ഥിക്കൂട്ടത്തിൻ്റേതുപോലുള്ള കൈകൾ വിരിച്ചു പിടിച്ചു. വറ്റി ഉണങ്ങിയ അയാളുടെ മുഖമുയർത്തി. വിരൂപമായ കൺകുഴികളിൽ നിന്നും വികലമായ കവിൾത്തടത്തിലൂടെ കണ്ണീരൊഴുകി. ദയാവായ്പോടുകൂടി ഈശോ അയാളെ നോക്കി. ഭീകരമായ വ്യാധി കാർന്നു തിന്നുന്ന മനുഷ്യൻ്റെ ഒരു നിഴലായി മാറി അയാളെ നോക്കി. അയാളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ട്. ആ രൂപം ബീഭത്സമാണ്. യഥാർത്ഥ പരസ്നേഹത്തിനെ അയാളുടെ അടുത്ത് നിൽക്കാൻ കഴിയൂ. ഈശോ കൈനീട്ടി ആ പാവത്തിനെ തലോടുന്നു. ഈശോയുടെ മനോഹരവും ആരോഗ്യപൂർണവുമായ വലതുകൈ അയാളെ സ്നേഹപൂർവ്വം സ്പർശിക്കുന്നു. കുഷ്ഠരോഗി എഴുന്നേൽക്കാതെ ഇരുന്നിടത്തു നിന്ന് പുറകോട്ട് മറിഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എന്നെ തുടരുത്, എന്നോട് കരുണ കാട്ടണമേ. ഈശോ മുമ്പോട്ട് ഒരടി നടന്നു. ഗാംഭീര്യത്തോടും നന്മയും കാരുണ്യവും വഴിയുന്ന കണ്ണുകളോടും കുഷ്ഠരോഗിയുടെ തലയിൽ വിരലുകൾ അമർത്തി. സ്നേഹം തുളുമ്പുന്ന സ്വരത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ ആജ്ഞാപിക്കുന്നു, നീ സുഖം പ്രാപിക്കട്ടെ. ആ സ്വരത്തിൽ അധികാരത്തിൻ്റെ ധ്വനിയുണ്ട്. ഏതാനും നിമിഷം ഈശോയുടെ കൈ ആബേലിൻ്റെ തലയിൽ തന്നെ ഇരിക്കുന്നു. എഴുന്നേൽക്കൂ, പുരോഹിതൻ്റെ അടുത്തേക്ക് പോകൂ, നിയമം അനുശാസിക്കുന്നത് ചെയ്യൂ. ഞാൻ നിന്നെ സുഖപ്പെടുത്തിയ കാര്യം ആരോടും പറയരുത്. നല്ലവനായിരിക്കൂ, ഇനി പാപം ചെയ്യരുത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവേ, ആബേലെ, നീ പൂർണ്ണമായി സുഖം പ്രാപിച്ചിരിക്കുന്നു. സ്നേഹിതനിൽ വന്ന വലിയ മാറ്റം കണ്ട് സന്തോഷത്തിമിർത്തോടുകൂടി സാമുവേൽ വിളിച്ചു പറഞ്ഞു, അതെ, അവൻ സുഖം പ്രാപിച്ചു. അവന് വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് അവൻ അത് അർഹതപ്പെട്ടതാണ്. പോയിക്കൊള്ളൂ, സമാധാനം നിന്റെ കൂടെ. ഗുരു, ഞാൻ അങ്ങയെ വിട്ടുപോകില്ല, വിട്ടുപോകാൻ സാധ്യമല്ല. നിയമം ആവശ്യപ്പെടുന്നത് ചെയ്യുക. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഞാൻ നിന്നെ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു. സാമുവേലിനോട് അവിടെ നിൽക്കാൻ ആംഗ്യം കാട്ടിയിട്ട് ഈശോ പോകുന്നു. കൂട്ടുകാർ രണ്ടുപേരും സന്തോഷം കൊണ്ട് കണ്ണീർ പൊഴിക്കുന്നു. പഞ്ചമിചന്ദ്രൻ്റെ വെളിച്ചത്തിൽ അവർ ഗുഹയിലേക്ക് മടങ്ങുന്നു. കഷ്ടകാലത്തിൻ്റെ ആ കുഴിയിൽ അവസാനമായി ഒരിക്കൽ കൂടി വിശ്രമിക്കാൻ അവർ പോകുന്നു. ദർശനം ഇവിടെ അവസാനിക്കുന്നു.